ഹായ് ഗായ്സ്, ഞാനിവിടെ ഒരു തട്ടിക്കൂട്ട് എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി ഞാൻ ആദ്യം മുട്ട കുരുമുളക് ഉപ്പും കലക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഒരു ക്യാപ്സിക്കം, 2 ക്യാരറ്റ്. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഓയിലാണ്. അതിൽ മുട്ടയും കുരുമുളകും ഉപ്പും കൂടിയിട്ട് കലക്കി വെച്ചതൊന്ന് നമുക്ക് ചിക്കിയെടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പാവപ്പെട്ട വീട്ടുകളിലൊക്കെ നമുക്ക് കറികളില്ലെങ്കിൽ നമ്മൾ റേഷനരി ഇട്ട് വെച്ച ചോറ് കൊണ്ട് നമുക്കിങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് പോലെ കുട്ടികൾക്ക് അതൊരു സന്തോഷമാവും. സോസൊക്കെ ഉണ്ടെങ്കിൽ ആ ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് നമുക്കത് കഴിക്കാമല്ലോ. അപ്പം ഞാൻ രാത്രി ഉണ്ടാക്കുന്ന വിഭവമാണ് തട്ടിക്കൂട്ട് എഗ് ഫ്രൈഡ് റൈസ്. എഗ്ഗ് 5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് സവാള എല്ലാം ഇട്ട് സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട് ഇപ്പോൾ ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി ഇതൊന്ന് പകുതി കടിക്കുന്ന വിധത്തിലൊന്ന് കുക്കായാൽ മതി കേട്ടോ. ആദ്യം തന്നെ നമ്മൾ സവാള ഇടുമ്പോൾ അതിനെ ഒന്ന് നല്ലോണം വഴറ്റുക. എന്നിട്ട് ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട് വേറെയും പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്നാണ്. നമ്മളെ വീട്ടിൽ ഇത് ഉണ്ടായുള്ളൂ. അപ്പം ഇതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മഞ്ഞൾക്കൂര് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് കുക്ക് ചെയ്ത എഗ്ഗും കൂടിയിട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ വെന്ത ചോറുണ്ടല്ലോ, ഒന്ന് തണുത്ത ചോറാണെങ്കിൽ ഒന്ന് ആവിയിൽ കയറ്റണേ. എന്നിട്ട് നമ്മൾ ഈ ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ റേഷൻ അരി വെച്ചിട്ട് അതിൽ ഓയിൽ നെയ്യൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ ആഡ് ചെയ്യാം. എന്താ നമ്മൾ ചോറ് ഇതിലേക്ക് തട്ടാണ്. കുട്ടികൾക്കൊക്കെ അത് വളരെ സന്തോഷമാവും. വെറും ചോറൊന്നും കൊടുത്താൽ അങ്ങനെ കഴിക്കില്ല. ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ കുട്ടികൾ പെട്ടെന്ന് അവർ ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കും. നമുക്കിത് നല്ലോണം ഇളക്കി എടുത്തിട്ട് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഓക്കേ, ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് നിങ്ങൾ സപ്പോർട്ട് വേണം. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് നിങ്ങളും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം കെച്ചപ്പും കൂട്ടി കഴിച്ചാൽ അടിപൊളി.